നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കാറ്റും മഴയും ശക്തം. തീരദേശങ്ങളിൽ വലിയ കടൽ തിരമാലകൾ രൂപപ്പെട്ടു. ആശങ്കയൊഴിയാതെ തീരദേശം. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിന് തുടക്കമായി. കേരള സംഗീത നാടക അക്കാദമി കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മലയാളം കന്നഡ നാടകോത്സവം ശ്രദ്ധേയമായി. ആരിക്കാടി ടോൾ ഗേറ്റിൽ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി മുൻപുണ്ടാക്കിയ കുഴികൾ വൃത്തിയാക്കാനെത്തിയ തൊഴിലാളികളെ കർമ്മസമിതി പ്രവർത്തകർ തടഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് തൊഴിലാളികൾ മടങ്ങിപ്പോയി. മാങ്ങാട് മേലോത്തുങ്കാൽ ശ്രീ ബാലഗോപാല ക്ഷേത്രം പ്രതിഷ്ഠാദിന വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കാറ്റും മഴയും ശക്തം. തീരദേശങ്ങളിൽ വലിയ കടൽ തിരമാലകൾ രൂപപ്പെട്ടു. ആശങ്കയൊഴിയാതെ തീരദേശം. തീരസംരക്ഷണത്തിനായി നിർമ്മിച്ച കടൽ ഭിത്തികൾ തീരസംരക്ഷണത്തിന് ഉതകുന്നതല്ലെന്ന് തീരദേശവാസികൾ. ഈ വർഷത്തെ കാലവർഷവും തീരദേശവാസികൾക്ക് ആശങ്കയോടെ കഴിഞ്ഞുകൂടേണ്ടി വരും. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ കാറ്റും മഴയും കടലിനെ പ്രക്ഷുബ്ധമാക്കിയിട്ടുണ്ട്. കടലേറ്റം തടയാനുള്ള ഇറിഗേഷൻ ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതികൾക്കൊന്നും ഇതുവരെ കേന്ദ്ര അനുമതി ലഭിച്ചിട്ടുമില്ല. ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കാലവർഷങ്ങളിൽ വലിയ തോതിലുള്ള കടൽക്ഷോഭമാണ് ഉണ്ടാകാറുള്ളത്. മഞ്ചേശ്വരം മുതൽ വലിയ പറമ്പ് വരെയുള്ള തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ വർഷങ്ങളായി കടലാക്രമണത്തിന്റെ ദുരിതത്തിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാലവർഷവും തീരദേശവാസികൾ നെഞ്ചിടിപ്പോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. മുൻകാലങ്ങളിൽ തീരസംരക്ഷണത്തിനായി നിർമ്മിച്ച കടൽ ഭിത്തികൾ തീരസംരക്ഷണത്തിന് ഉതകുന്നതല്ലെന്ന് തീരദേശവാസികൾ പറയുന്നു. ഇതിന് ശാസ്ത്രീയമായ പദ്ധതികളാണ് ആവശ്യമെന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കാലങ്ങളായി അവിടെ കടൽ ഭിത്തി നിർമ്മിക്കാത്തത്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിരുന്ന കടൽ ഭിത്തി അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കടൽക്ഷോഭത്തിൽ പോയതാണ്. അതിനുശേഷം ഓരോ വർഷവും കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് വീടുകളിൽ വെള്ളം കയറുന്ന സമയത്തൊക്കെ ഇവിടുത്തെ അധികൃതർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ഉണ്ടാകുന്ന ആ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് മാത്രമാണ് അവിടെ അധികാരികൾ വരികയും ഒരു നോക്ക് വന്ന് കാണുകയും പോവുകയും ഒരു വായാൽ വാക്കുകൊണ്ട് പറഞ്ഞ് കോയിപ്പാടിയിലെ നിവാസികളെ മണ്ടന്മാരാക്കി പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കോയിപ്പാടി തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് അതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ കടലാക്രമണത്തിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി നിരവധി വീടുകളും തീരങ്ങളും തെങ്ങുകളും കടലെടുക്കുകയുണ്ടായി. നൂറുകണക്കിന് ആളുകളെ മാറ്റി താമസിപ്പിച്ചു. തീരസംരക്ഷണത്തിന് ടെട്രാപോഡുകൾ ഉപയോഗപ്പെടുത്തി തീരസംരക്ഷണ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും ആവശ്യം. ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്തിൽ മൊഗ്രാൽ ദേശീയവേദി നിവേദനവും സമർപ്പിച്ചിരുന്നു. ഈ ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് ജില്ലാ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതർ പറയുന്നുമുണ്ട്. എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിലെ കാലതാമസമാണ് തീരദേശവാസികളെ ഇപ്പോൾ ആശങ്കയിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിന് തുടക്കമായി. KPSTA സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിന് കാസർഗോഡ് സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ പതാക ഉയർത്തലോടെ തുടക്കമായി. KPSTA സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. റവന്യൂ ജില്ലാ പ്രസിഡന്റ് PT ബെന്നി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K. ഹരിലാൽ, സംസ്ഥാന നിർവാഹക സമിതി അംഗം P. ശശിധരൻ, പ്രശാന്ത് കാനത്തൂർ, അലോഷ്യസ് ജോർജ്, സ്വപ്ന ജോർജ്, MK പ്രിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. റവന്യൂ ജില്ലാ സെക്രട്ടറി K. ഗോപാലകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ P. ശ്രീജ നന്ദിയും പറഞ്ഞു. തുടർന്ന് പാഠപുസ്തക പരിഷ്കരണം, കാണാച്ചരടുകൾ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഒരു പുനർവിചിന്തനം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. സംഘടനാ ചർച്ചയ്ക്ക് ശേഷം കൾച്ചറൽ പ്രോഗ്രാമോടുകൂടി ആദ്യ ദിവസത്തെ പരിപാടികൾ അവസാനിച്ചു. ഞായറാഴ്ച ക്യാമ്പിന് സമാപനമാകും. സമാപന സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സംഗീത നാടക അക്കാദമി കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മലയാളം കന്നഡ നാടകോത്സവം ശ്രദ്ധേയമായി. അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള സംഗീത നാടക അക്കാദമി കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മലയാളം കന്നഡ നാടകോത്സവം വിദ്യാനഗറിലെ ചിന്മയ തേജസ് ഹാളിൽ അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു.
കാസർഗോഡ് നാടകങ്ങളുടെ പുതിയ വസന്തകാലത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് നാടകം? നാടിൻ്റെ ഉൾക്കാഴ്ച മനസ്സിലാക്കാൻ ഒരു വിഷയമായിട്ടാണ് പണ്ടേ കൊണ്ട് നടന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക്, കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അവരുടെ ജീവിതം അടയാളപ്പെടുത്താനുള്ള ഒരു വിഷയം കൂടിയാണ് നാടകം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും കാസർഗോഡ് കേന്ദ്ര കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ 2 ദിവസത്തെ നാടകോത്സവം അതിഗംഭീരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാടകകൃത്തും നിരൂപകനുമായ EP രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. അക്കാദമി അംഗങ്ങളായ രാജ്മോഹൻ നീലേശ്വരം, സന്തോഷ് കീഴാറ്റൂർ, സഹീർ അലി, മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ സ്മാരക സമിതി സെക്രട്ടറി ഉമേഷ് M സാലിയാൻ, അഡ്വക്കേറ്റ് TV ഗംഗാധരൻ, GB വത്സൻ എന്നിവർ സംസാരിച്ചു. TA ഷാഫി സ്വാഗതവും PV രാജൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സംവിധായകരായ സന്തോഷ് കീഴാറ്റൂർ, ഹുളികപ്പ കട്ടിമണി എന്നിവരെ ആദരിച്ചു. തുടർന്ന് ജൊത്തെഗിറുവവനു ചന്ദിര കന്നഡ നാടകവും ശനിയാഴ്ച സന്തോഷ് കീഴാറ്റൂരിൻ്റെ പെണ്ണടൻ എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാങ്ങാട് മേലോത്തുങ്കാൽ ശ്രീ ബാലഗോപാല ക്ഷേത്രം പ്രതിഷ്ഠാദിന വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. നടപ്പന്തൽ സമർപ്പണത്തിന്റെയും ഭഗവത്ഗീതാജ്ഞാന യജ്ഞാരംഭത്തിന്റെയും ഉദ്ഘാടനം അരവത്ത് KU പത്മനാഭ തന്ത്രികൾ നിർവഹിച്ചു. മെയ് 23 മുതൽ 30 വരെ നടക്കുന്ന മാങ്ങാട് മേലോത്തുങ്കൽ ശ്രീ ബാലഗോപാല ക്ഷേത്രം പ്രതിഷ്ഠാദിന വാർഷിക മഹോത്സവത്തിന് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം താലപ്പൊലിയുടെയും ഭജനാലാപനത്തിന്റെയും അകമ്പടിയിൽ അരവത്ത് KU പത്മനാഭ തന്ത്രി, വയനാട് അദ്വൈതാശ്രമം സ്വാമി ഹംസാനന്ദപുരി എന്നിവർക്ക് ക്ഷേത്രത്തിലേക്ക് വരവേൽപ്പ് നൽകി. തുടർന്ന് ക്ഷേത്ര ആഘോഷ കമ്മിറ്റിയും ഭജനസമിതിയും ചേർന്നൊരുക്കിയ നടപ്പന്തൽ സമർപ്പണത്തിന്റെയും ഭഗവത്ഗീതാജ്ഞാന യജ്ഞാരംഭത്തിന്റെയും ഉദ്ഘാടനം അരവത്ത് KU പത്മനാഭ തന്ത്രികൾ നിർവഹിച്ചു. വരെ വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ഗീതാജ്ഞാന യജ്ഞത്തിന് സ്വാമി ഹംസാനന്ദപുരി കാർമ്മികത്വം വഹിക്കും. 27 രാത്രി 8 മണിക്ക് സർവൈശ്വര്യ വിളക്ക് പൂജ, 28 രാത്രി 9 മണിക്ക് ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പരിസരവാസികളുടെ നൃത്ത കലാപരിപാടികൾ, 29 രാവിലെ 9:15 നാഗപ്രതിഷ്ഠ വാർഷിക ഭാഗമായി മുരളീധരൻ കാർത്തായയുടെ കാർമ്മികത്വത്തിൽ നാഗപൂജ നടക്കും. 7:30 ക്ഷേത്ര വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ നേടിയ ക്ഷേത്ര പരിസരത്തെ വിദ്യാർത്ഥികളെ അനുമോദിക്കും. തുടർന്ന് വിദ്യാഭ്യാസ സമിതിയുടെ കീഴിൽ ക്ഷേത്രത്തിൽ നൃത്തം അഭ്യസിച്ചു വരുന്നവരുടെ അരങ്ങേറ്റം. സമാപന ദിവസമായ 30 രാവിലെ സ്വാമി ഹംസാനന്ദപുരി ആധ്യാത്മിക പ്രഭാഷണം നടത്തും. വൈകുന്നേരം 7 മണിക്ക് പനയാൽ മോഹനമാരാരും സംഘവും ഇരട്ടത്തായമ്പക അവതരിപ്പിക്കും. 8 മണിക്ക് അത്താഴപൂജയ്ക്കും ശ്രീഭൂതബലിക്കും കട്ടപൂജയ്ക്കും ശേഷം നൃത്തോത്സവത്തോടെ മഹോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആരിക്കാടി ടോൾ ഗേറ്റിൽ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി മുൻപുണ്ടാക്കിയ കുഴികൾ വൃത്തിയാക്കാനെത്തിയ തൊഴിലാളികളെ കർമ്മസമിതി പ്രവർത്തകർ തടഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് തൊഴിലാളികൾ മടങ്ങിപ്പോയി. ആരിക്കാടി ടോൾ ഗേറ്റിൽ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി മുൻപുണ്ടാക്കിയ കുഴികൾ വൃത്തിയാക്കാനെത്തിയ തൊഴിലാളികളെ കർമ്മസമിതി പ്രവർത്തകർ തടഞ്ഞു. വെള്ളിയാഴ്ച 2:30 സംഭവം. പ്രതിഷേധത്തെ തുടർന്ന് തൊഴിലാളികൾ മടങ്ങിപ്പോയി. ടോൾ ഗേറ്റിനായി നിർമ്മിച്ച കുഴികൾ നേരത്തെ സമരത്തിന്റെ ഭാഗമായി പ്രവർത്തകർ മണ്ണിട്ട് നികത്തിയിരുന്നു. 19 കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ നിർമ്മാണം നിർത്തിവയ്ക്കാനും കേന്ദ്രമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരെ കണ്ട് പ്രശ്നം അറിയിക്കാനും തീരുമാനമായിരുന്നു. കർമ്മസമിതി ഭാരവാഹികളായ CA സുബൈർ, AK ആരിഫ്, അൻവർ ആരിക്കാടി, ലത്തീഫ് കുമ്പള എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി തടഞ്ഞത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ 2-3 ജോലിക്കാർ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് കുഴി മൂടാനാണ് എന്നാണ്. അപ്പോൾ UNCCയുടെ ഉദ്യോഗസ്ഥനും രാജഗോപാലൻ MLA അതുപോലെ തന്നെ AK മഷ്റഫ് MLA സംസാരിച്ചു. അപ്പോൾ അവരെല്ലാം UNCCക്കാരോട് സംസാരിച്ചു. നമ്മളും ഇപ്പോൾ നേരിട്ട് അജിത് കുമാറിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് പൂർണ്ണമായും മൂടാനാണ്. കാരണം ഇതിൽ വെള്ളം കെട്ടി നിന്നാൽ റോഡിന്റെ ഈ ബലത്തെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായും മൂടി ഇപ്പോൾ തൽക്കാലത്തേക്ക് ടോളിന്റെ പണി നടത്തുന്നില്ല. അത് ഓർഡറായി വന്നാൽ മാത്രമേ അതിനുശേഷം അതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്നുള്ള നിലയിലാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാം എന്നുള്ളതാണ് തോന്നുന്നത്. നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള തൊഴിലാളികൾ എത്തിയതെന്നും മഴവെള്ളം കെട്ടി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്ന പരിഹാരത്തിനാണ് അവരെത്തിയതെന്നും കരാർ കമ്പനി അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കനിവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റി കയ്യൂർ ചീമേനി സോണൽ നേതൃത്വത്തിൽ മെയ് 27-ന് ഫിസിയോതെറാപ്പി സെന്റർ തുറക്കും. തിമിരി TKC സ്മാരക പാലിയേറ്റീവ് മന്ദിരത്തിൽ ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങളാൽ സജ്ജീകരിച്ച കേന്ദ്രം പട്ടികജാതി പിന്നോക്ക വിഭാഗ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മുൻ MLAയും കനിവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ KV കുഞ്ഞിരാമൻ ഫിസിയോതെറാപ്പി സെന്ററിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കും. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണം, പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങൽ തുടങ്ങിയവ ജനപ്രതിനിധികൾ നിർവഹിക്കും. കനിവിന്റെ സോണൽ രൂപീകരണത്തിന് കഴിഞ്ഞ 3 വർഷത്തിനകം പഞ്ചായത്തിലെ രോഗി സർവേ പൂർത്തിയാക്കി ഹോം കെയർ പരിചരണം എല്ലാ മാസവും കൃത്യമായി നടന്നു വരുന്നുണ്ട്. ഇതിനാവശ്യമായ വാഹനം, ഡ്രൈവർ, നഴ്സ് എന്നിവരുടെ സേവനം ഉറപ്പാക്കുകയും പാലിയേറ്റീവ് ഉപകരണങ്ങൾ എത്തിച്ചു നൽകുകയും ഇടവേളകളിൽ സമീപ പ്രദേശങ്ങളിലെയും ഡോക്ടർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തി ഡോക്ടേഴ്സ് ഹോം കെയർ പരിചരണവും നൽകി വരുന്നുണ്ട്. അതോടൊപ്പം ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർമാർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. 2023-24 വർഷത്തെ മികച്ച സോണൽ കമ്മിറ്റിയായി തിരഞ്ഞെടുത്തത് കയ്യൂർ ചീമേനി ഹോം കെയർ പരിചരണമാണ്. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന ഫിസിയോതെറാപ്പി സെന്റർ ജില്ലയിൽ പാലിയേറ്റീവ് രംഗത്തുള്ള ആദ്യ കേന്ദ്രമെന്ന പ്രത്യേകത കൂടിയുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. MPV ജാനകി, PP സുകുമാരൻ, K ബാലകൃഷ്ണൻ, VV തമ്പാൻ, PS സുരേഷ്, CK ചന്ദ്രൻ, VP ബാലചന്ദ്രൻ, K രവീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സാന്ത്വനം 18ാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പെരുമ്പള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന പരിപാടി റിട്ടയർഡ് എക്സൈസ് ഓഫീസർ NG രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ ജനജാഗ്രതാ ക്യാമ്പയിനുമായി സാന്ത്വനം 18ാം വാർഷികാഘോഷം നടന്നു. വാർഷികത്തിന്റെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിദ്യാർത്ഥികളെ ആനയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും നടന്നു. പെരുമ്പള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റിട്ടയർഡ് എക്സൈസ് ഓഫീസർ NG രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന എന്തെന്നില്ലാത്ത ഒരു അനുഭവം അല്ലെങ്കിൽ അനുഭൂതി അഥവാ ഒരു വികാരമാണ് ലഹരി. അപ്പൊ ലഹരി വേണ്ട എന്ന് പറയാൻ പറ്റുമോ? പഠിപ്പിക്കുന്ന രീതി മാറണം. സർക്കാർ സംവിധാനത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സംവിധാനത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവണം. കുട്ടികളോട് പറയേണ്ടത് ലഹരി വേണ്ട എന്നല്ല, മദ്യം വേണ്ട, മയക്കുമരുന്ന് വേണ്ട, പുകയില വേണ്ട, പദാർത്ഥങ്ങൾ വേണ്ട എന്ന് പറയണം. അല്ലാണ്ട് ലഹരി എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല, ലഹരി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ലഹരി വേണ്ടതാണ്. ലഹരി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതമുള്ളൂ. ജീവിതം തന്നെയാണ് യഥാർത്ഥ ലഹരി, അല്ലേ? അതുകൊണ്ട് നാടിനെ അറിയുക, ഈ രാജ്യത്തെ അറിയുക, വായിക്കാനും വളരാനും വിദ്യാഭ്യാസം നേടാനും രക്ഷിതാക്കൾക്ക് സാധിക്കണം. മക്കളെ കൊണ്ടു നടക്കാനും കൈപിടിച്ച് മുന്നോട്ട് നയിക്കുവാനും മാതൃകാപരമായ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ ഓരോ രക്ഷിതാവും തയ്യാറാവണം. ചെയർമാൻ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. നാടക സിനിമ ഡയറക്ടർ സുരാജ് മാവില ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരിപാടിയിൽ മുഹമ്മദ് ഷമീൻ ഉമരി ഫൗണ്ടേഷൻ അവാർഡ് അഫിമത്ത് അന്നദ് ബീവിക്ക് കൈമാറി. രഘുനാഥ്, പൊതുപ്രവർത്തകൻ കാർവർണൻ കാവുങ്ങാൽ, പഴയകാല ഡ്രൈവർ അഹമ്മദ് കുഞ്ഞി, സുരാജ് മാവില, മികച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ ജാസ്മിൻ PK എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു.
ശകുന്തള ടി, സുരാജ് പച്ചാളങ്കര, അമിത് കക്കണ്ടം, കണ്ണൻ താമരക്കുഴി, അഹമ്മദ് ഹാജി, കലാഭവൻ രാജു, സുബൈദ കൈന്താർ, അഷ്റഫ് കോളിയടക്കം, ഷാഫി തിരുവത്ത്, ഉണ്ണികൃഷ്ണ മാഷ് അണിഞ്ഞ, അൽത്താഫ്, സവിത എവറസ്റ്റ്, രമേശ് കോളിയടക്കം, അഹമ്മദ് അലി മൂടംവയൽ, റിയാസ് എന്നും, മാധവി, ബിന്ദു, ജിഷ എന്നിവർ സംബന്ധിച്ചു. രാധാ മച്ചിനിയടക്കം സ്വാഗതവും സരോജിനി പെരുമ്പള നന്ദിയും പറഞ്ഞു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോളിയടക്കം വയോജന കേന്ദ്രം പകൽവീട് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മെയ് 25, 26, 27 തീയതികളിൽ കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മെയ് 25, 26, 27 തീയതികളിൽ കാസർഗോഡ് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, വനം വകുപ്പ് മേധാവികൾ, സർവീസ് സംഘടനാ നേതാക്കൾ, പരിസ്ഥിതി പ്രവർത്തകർ, കർഷക പ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കും. 26 നടക്കുന്ന പ്രതിനിധി സമ്മേളനം പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്നും പൊതുസമ്മേളനം വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ 49ാമത് സംസ്ഥാന സമ്മേളനം 2025 മെയ് 25, 26, 27 തീയതികളിലായിട്ട് കാസർഗോഡ് ദേവദാസ് നഗറിൽ വെച്ച് നടക്കുകയാണ്. വിളംബര ജാഥ, പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം എന്നിവയോടൊപ്പം എല്ലാ ജില്ലകളിലും കായിക മത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും ജനജാഗ്രതാ സദസ്സുകളും ഇതിനോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. 25-ാം തീയതി വിളംബര ജാഥയും 26-ാം തീയതി പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, പിന്നീട് കലാസന്ധ്യ, പിറ്റേ ദിവസം 27-ാം തീയതി പരിസ്ഥിതി സമ്മേളനം ഉൾപ്പെടെയുള്ള സമ്മേളനങ്ങളാണ് നമ്മൾ അതിൻ്റെ അജണ്ടയാണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KA സേതുമാധവൻ, ജനറൽ സെക്രട്ടറി R ദിൻഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P വിനോദ്, സംസ്ഥാന ട്രഷറർ K ബീരാൻകുട്ടി, ജനറൽ കൺവീനർ NV സത്യൻ, സംസ്ഥാന സെക്രട്ടറി PK ഷിബു, ജില്ലാ പ്രസിഡന്റ് KN രമേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. MSF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമ്മേളനം മെയ് 26 മുതൽ 28 വരെയുള്ള തീയതികളിൽ തൃക്കരിപ്പൂരിൽ നടക്കും. വടക്കേക്കൊവ്വൽ MTP ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു ഉദ്ഘാടനം ചെയ്യും. ഐക്യം, അതിജീവനം, അഭിമാനം എന്ന പ്രമേയത്തിൽ അംഗത്വ ക്യാമ്പയിൻ പൂർത്തീകരിച്ചാണ് MSF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമ്മേളനത്തിനൊരുങ്ങിയിട്ടുള്ളത്. നിയോജക മണ്ഡലത്തിൽ 55 ശാഖാ കമ്മിറ്റികളും 8 പഞ്ചായത്തിലും നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലും കമ്മിറ്റികൾ രൂപീകൃതമായ ശേഷം നടക്കുന്ന മണ്ഡലം സമ്മേളന നഗരിയിൽ 26-ന് വൈകുന്നേരം പതാക ഉയരും. 4 മണിക്ക് റമീസ് ഒളവറയുടെ ഖബർ സിയാറത്തോടുകൂടി ഉടുമ്പുന്നലയിൽ നിന്ന് പതാക ജാഥ ആരംഭിക്കും. 5 മണിക്ക് സമ്മേളന നഗരിയിലെത്തും. മെയ് 27-ന് രാവിലെ 9-ന് തൃക്കരിപ്പൂർ MTP ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരൻ മുഖ്യപ്രഭാഷണം നടത്തും. MSFന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വൈകുന്നേരം 3 മണിക്ക് ഹിഷാം അങ്ങാടിപ്പുറം നടത്തുന്ന സംഗീത പരിപാടി അരങ്ങേറും. 4 മണിക്ക് സമ്മേളന ഭാഗമായി 1000-ൽ പരം വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന റാലി നടക്കും. മെയ് 28-ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് പടന്ന മുസ്ലിം ലീഗ് ഓഫീസിൽ നിയോജക മണ്ഡലം കൗൺസിൽ മീറ്റ് നടക്കും. 2025-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടക്കും. നിയോജക മണ്ഡലത്തിൽ 7680 അംഗങ്ങളെ ക്യാമ്പയിന്റെ ഭാഗമായി പുതുതായി ചേർക്കാൻ കഴിഞ്ഞതായി ഭാരവാഹികൾ പറഞ്ഞു. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, MSF ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ, മണ്ഡലം പ്രസിഡന്റ് P മുഹമ്മദ് രാഹിൽ, ജനറൽ സെക്രട്ടറി ഉസ്മാൻ പോത്താങ്കണ്ടം, ട്രഷറർ ഷാനിദ് പടന്ന, മുസബിർ കക്കുന്നം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആടിയും പാടിയും അവധിക്കാല അധ്യാപക പരിശീലനത്തെ മികവുറ്റതാക്കി അധ്യാപകർ. അവധിക്കാല അധ്യാപക സംഗമത്തിലെ സൂംബ ഡാൻസ് പരിശീലനം ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളിലേക്ക് പാഠഭാഗങ്ങളും പൊതുബോധവും പുതുമയോടെ വിനിമയം ചെയ്ത് ക്ലാസ് മുറികളെ കളറാക്കാൻ, നുറുങ്ങുവിദ്യകളും മാനസികോല്ലാസം കണ്ടെത്താൻ സൂംബ എയറോബിക്സ് ഡാൻസും സൈബർ സാക്ഷരതയും ലഹരി ബോധവൽക്കരണ സമീപനവും പരിചയപ്പെട്ടാണ് അധ്യാപക പരിശീലനം പൂർത്തിയാക്കിയത്. ചെറുവത്തൂർ BRCയിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം ഗണിത അധ്യാപകർക്ക് നൽകിയ സൂംബ ഡാൻസ് ഏറെ സന്തോഷത്തോടെയാണ് അധ്യാപകർ ഏറ്റെടുത്തത്. മാനസിക ഉല്ലാസം കണ്ടെത്താൻ വേണ്ടിയാണ് സൂംബ ഡാൻസ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയത്.
ചെറുവത്തൂർ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ഷീബായക്കെ, ഷിബിമോൾ TV എന്നിവർ സൂംബ ഡാൻസ് പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂർ ഇളമ്പച്ചി മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനടുത്ത് റെയിൽവേ ട്രാക്കിന് സമീപം അക്കേഷ്യ മരം കടപുഴകി വീണു. മംഗളൂരു ഭാഗത്തേക്ക് ഇന്റർസിറ്റി എക്സ്പ്രസ് കടന്നുപോകും മുൻപായിരുന്നു സംഭവം. മരക്കൊമ്പ് പാളത്തിലേക്ക് പതിക്കാഞ്ഞത് വലിയ അപകടമാണ് ഒഴിവാക്കിയത്. ശനിയാഴ്ച രാവിലെ 11:20 സംഭവം. പയ്യന്നൂർ സ്റ്റേഷൻ വിട്ട് പടിഞ്ഞാറ് ട്രാക്കിലൂടെ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിൻ കടന്നുപോകുമ്പോഴാണ് മരച്ചില്ലകൾ ട്രാക്കിനടുത്ത് കിടക്കുന്നത് ലോക്കോ പൈലറ്റ് കണ്ടത്. ട്രെയിൻ നിർത്തി പയ്യന്നൂർ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. കണ്ണൂരിൽ നിന്നും 11:40 പുറപ്പെടേണ്ട വന്ദേ ഭാരത് എക്സ്പ്രസ് വരും മുൻപ് ട്രാക്കിനടുത്ത് കിടക്കുന്ന മരച്ചില്ലകൾ പയ്യന്നൂർ സീനിയർ സെക്ഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജീവനക്കാരെത്തി മുറിച്ചു മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൗതുക കാഴ്ചയായി കുട്ടിക്കച്ചവടക്കാർ. ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ് ഇത്തരം കാഴ്ചകൾ നൽകുന്നത്. സ്കൂൾ അവധിയായതിനാൽ കുഞ്ഞു കച്ചവടക്കാർ താരമാവുകയാണ് ഇവിടെ. കാഞ്ഞങ്ങാട് നഗരത്തിലെ കൗതുക കാഴ്ച കാണാം. വീണ്ടും ഒരു അധ്യയന സ്കൂൾ കാലം ജൂൺ 2 ആരംഭിക്കുകയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലായുള്ള അവധിക്കാലത്ത് വിദ്യാർത്ഥികൾ നിരവധി ഒഴിവുകാല കളികളിലും വിനോദങ്ങളിലും യാത്രകളിലും ഏർപ്പെട്ട് സജീവമായിരുന്നു. എന്നാൽ ഒരു കൂട്ടർ തങ്ങളുടെ ഭാവി വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്കുള്ള യാത്രയ്ക്കായി സ്വരൂപിക്കുന്നതിനുള്ള ഒരുക്കത്തിലായിരുന്നു. എങ്ങനെയാണ് ഇവർ കുട്ടിക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്? അജാനൂർ പടിഞ്ഞാറേക്കര ടർഫ് കോർട്ടിന് സമീപമായി ചിത്താരി ഇമായത്ത് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് റബീഹ്, മടിയൻ KHM സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുയുത്തി, ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സിയാദ് ഫസൽ, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫറാസ് എന്നിവർ ചേർന്നാണ് കച്ചവടം പൊടിപൊടിക്കുന്നത്. വിവിധ തരം മിഠായികൾ, ചാമ്പങ്ങ, മാങ്ങ ഉപ്പിലിട്ടത്, കക്കിരി തുടങ്ങി വിവിധ ഇനങ്ങൾ ഇവരുടെ കച്ചവട ശേഖരത്തിലുണ്ട്. സമൂഹത്തിൽ നിലനിൽക്കുന്ന മയക്കുമരുന്ന് പോലുള്ള ലഹരികളിൽ അടിമപ്പെടാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾ ഭാവി വാഗ്ദാനങ്ങൾ തന്നെയാണെന്ന് നിരവധി പേർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ടാണ് ഈ പിഞ്ചുമക്കൾ ഇവിടെ ഈ കക്കിരി അച്ചാറ് വരട്ടി വിൽക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ മക്കൾ ചെയ്യുന്നത് ലഹരിക്കെതിരായിട്ട് പോരാടുന്ന ഞാൻ ഒരു പഞ്ചായത്ത് 18ാം വാർഡിൽ മെമ്പറാണ്. ഞാൻ ലഹരിക്ക് വേണ്ടി എപ്പോഴും ഞാൻ എവിടെ എത്തിയാലും സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഈ പിഞ്ചുമക്കൾ സ്കൂൾ പുസ്തകം മേടിക്കാൻ വേണ്ടിയാണ് ഈ റോഡിൽ ഈ കച്ചവടം ചെയ്യുന്നത്. തെക്കേപ്പുറത്തും ഇങ്ങനെയൊരു കുട്ടിക്കച്ചവടക്കാരെ കണ്ടു. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാസിത്ത്, ക്രസന്റ് സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന റൈഹാൻ, ഫവാസ്, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഹമ്മദ്, KHM സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബസാദ് എന്നിവരാണ്. ഒഴിവുകാല വിനോദത്തോടൊപ്പം തങ്ങളുടെ പഠിത്തത്തിനായുള്ള പുസ്തകങ്ങൾ വാങ്ങാനാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് കുട്ടികൾ പറഞ്ഞു. കച്ചവടം നടക്കാനുള്ള കാരണം സ്കൂളിലത്തെ ബുക്കെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ പേര് റിയാദാണ്, പിന്നെ അവൻ്റെ പേര് റാസി. നമ്മൾ 3 കച്ചവടം നടത്തുന്നതാണ് ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻകോലം അകത്തെ കലശം ഭക്തിയുടെ നിറവിൽ നടന്നു. മണാളൻ മണാട്ടി മാഞ്ഞാളിയമ്മ തെയ്യക്കോലങ്ങൾ നിറഞ്ഞാടി. ചരിത്രപ്രസിദ്ധമായ മടിയൻകൂലോം കലശ മഹോത്സവത്തിന്റെ ഭാഗമായി അകത്തെ കലശം നടന്നു. കിഴക്കുംകര ഇളയടത്ത് കുതിര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തിലെ കലശത്തട്ടും പൂക്കളും എഴുന്നള്ളിച്ചുകൊണ്ടുള്ള കാഴ്ചസംഘം എത്തിച്ചേർന്നതോടെ മഴയുടെ പശ്ചാത്തലത്തിൽ അകത്തെ കലശത്തിന് കേളികൊട്ടുയർന്നു. തുടർന്ന് അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽ വരുന്ന അടോട്ട് കളരിയിൽ നിന്നും മധുരക്കാട് വയലിൽ നിന്നും കലശത്തട്ടും കലശപാത്രവും പൂക്കളുമായി ഇരു സംഘങ്ങളും എത്തിച്ചേർന്നതോടെ അണിയറയിൽ തെയ്യക്കോലങ്ങൾ അണിഞ്ഞൊരുങ്ങി. ക്ഷേത്ര തിരുനടയിൽ ആദ്യം എത്തിച്ചേർന്നത് മണാളനും മണാട്ടിയും തെയ്യക്കോലങ്ങളാണ്. ഇവർ ക്ഷേത്ര തിരുനടയിൽ നിറഞ്ഞാടി വലം വച്ച ഭക്തർക്ക് അനുഗ്രഹങ്ങൾ നൽകി അരങ്ങൊഴിഞ്ഞതോടെ മാഞ്ഞാളിയമ്മ ക്ഷേത്ര തിരുസന്നിധിയിൽ എത്തിച്ചേർന്നു.
മാഞ്ഞാളിയമ്മ തിരുമുടിയേറ്റിയതോടെ 3 കലശങ്ങളും തലയിലേന്തി ഭക്തജനങ്ങളുടെ ആയം മൂളലോടെ അകത്തെ കലശ മഹോത്സവത്തിന്റെ പ്രൗഢി വിളിച്ചോതിക്കൊണ്ട് കലശങ്ങളുടെ വലംവെപ്പ് കാഴ്ച ഏറെ മനോഹരമായിരുന്നു. മാഞ്ഞാളിയമ്മ തെയ്യക്കോലം ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നേരിയ മഴയുടെ പശ്ചാത്തലത്തിൽ തിരുനർത്തനം ചെയ്ത ക്ഷേത്രം വലം വെച്ച് ഭക്തജനങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്ത് അരങ്ങൊഴിഞ്ഞതോടെ അകത്തെ കലശത്തിന് പരിസമാപ്തിയായി. മടിയൻകൂലും കലശോത്സവ സമാപനത്തോടെ അള്ളടമുക്കാദം നാട്ടിലെ ഒരു തെയ്യാട്ടക്കാലത്തിന് കൂടി സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്കൂൾ വാഹനങ്ങളുടെ പ്രത്യേക പരിശോധന ആരംഭിച്ചു. അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായാണ് വാഹനങ്ങളുടെ പരിശോധന നടത്തിയത്. സ്കൂൾ വാഹനങ്ങളുടെ പ്രത്യേക പരിശോധന ആരംഭിച്ചു. അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് സബ് ആർടി ഓഫീസിന് കീഴിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയാണ് ആരംഭിച്ചത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിശോധന RTO സജീവ് പ്രസാദ് GS ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായി ഈ അധ്യയന വർഷത്തിൽ സ്കൂൾ ബസ്സുകളെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്, കാര്യക്ഷമതയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായി ബുധനാഴ്ച ഇതേ ഗ്രൗണ്ടിൽ വെച്ച് ബാക്കിയുള്ള വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഫിറ്റ്നസ് കരസ്ഥമാക്കിയ വാഹനങ്ങൾ സാധാരണ രീതിയിൽ ഓരോ വർഷമോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ ഫിറ്റ്നസ് എടുത്ത വാഹനങ്ങളാണ് ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഫിറ്റ്നസ് എടുക്കാൻ ബാക്കിയുള്ള വാഹനങ്ങൾ ഈ തുടർ ആഴ്ചകളിൽ സാധാരണ രീതിയിലുള്ള ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാകേണ്ടതാണ്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ മാസം ഫിറ്റ്നസ് പാസ്സായ വാഹനങ്ങളുടെ രേഖകളെല്ലാം ഓഫീസിൽ സമർപ്പിച്ച് അതിന് വേണ്ട ചെക്ക്ഡ് സ്റ്റിക്കർ ഓഫീസിൽ നിന്ന് നൽകുന്നതാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ M. വിജയൻ, KV ജയൻ, പ്രവീൺ കുമാർ, ഗിജേഷ് T, ഡ്രൈവർ കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. പരിശോധനയ്ക്കായി ഹാജരായ 70 വാഹനങ്ങളിൽ ടയർ തേയ്മാനം സംഭവിച്ചതും സ്റ്റിയറിംഗ് തകരാറിലുള്ളതും സീറ്റുകൾ ശരിയായ രീതിയിൽ ഇല്ലാത്തതും സ്പീഡ് ഗവർണർ പ്രവർത്തിക്കാത്തതും ലൈറ്റുകൾ വൈപ്പർ തുടങ്ങിയവ പ്രവർത്തിക്കാത്തതുമായ 16 വാഹനങ്ങൾ തിരിച്ചയച്ചു. അവ ശരിയാക്കി വരും ദിവസങ്ങളിൽ നടക്കുന്ന പരിശോധനയിൽ ഹാജരാക്കണമെന്ന് MVI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കാറ്റും മഴയും ശക്തം. തീരദേശങ്ങളിൽ വലിയ കടൽ തിരമാലകൾ രൂപപ്പെട്ടു. ആശങ്കയൊഴിയാതെ തീരദേശം. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിന് തുടക്കമായി. കേരള സംഗീത നാടക അക്കാദമി കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മലയാളം കന്നഡ നാടകോത്സവം ശ്രദ്ധേയമായി. ആരിക്കാടി ടോൾ ഗേറ്റിൽ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി മുൻപുണ്ടാക്കിയ കുഴികൾ വൃത്തിയാക്കാനെത്തിയ തൊഴിലാളികളെ കർമ്മസമിതി പ്രവർത്തകർ തടഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് തൊഴിലാളികൾ മടങ്ങിപ്പോയി. മാങ്ങാട് മേലോത്തുങ്കാൽ ശ്രീ ബാലഗോപാല ക്ഷേത്രം പ്രതിഷ്ഠാദിന വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.